വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അദീനാസ് എൻക്ലേവ്. ഇന്ന് ബ്രെഡും അതുപോലെ തന്നെ പ്രോൺസൊക്കെ വെച്ചിട്ട് ഒരു റിച്ച് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാൻ നല്ലോണം ചീസൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചീസ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോൺസ് ഒരു 200 ഗ്രാമൊക്കെ ഉണ്ടാവും അത്. അതുപോലെ തന്നെ ഗാർലിക്ക് ചെറുതായി കുനുകുന അരിഞ്ഞത്, പിന്നെ 4 സ്ലൈസ് ബ്രെഡ്, അതുപോലെ തന്നെ ചീസ് 2 തരം ചീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ചെഡർ ചീസും മൊസറല്ല ചീസും അതുപോലെ തന്നെ ബട്ടറും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ ഉരുകി വരുമ്പോൾ ഒരു സ്പൂണോളം ഗാർലിക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഗാർലിക്കും ബട്ടറിലും ഇട്ടിട്ട് നമ്മൾ ബ്രെഡ് നന്നായി ടോസ്റ്റ് ചെയ്തെടുക്കുക. 2 സൈഡും മറിച്ചിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. ഗാർലിക്ക് ബട്ടറും യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്താൽ തന്നെ കഴിക്കാൻ ഈ ബ്രെഡ് നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. സാൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് പിന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അതേ പാനിലേക്ക് നമുക്ക് ബട്ടറും അതുപോലെ തന്നെ ബാക്കി ഉണ്ടായിരുന്ന ഗാർലിക്കും കൂടിയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. നന്നായി ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, ആ സവാളയും കൂടി ചേർത്ത് കൊടുക്കുക. സവാള നന്നായി പൊടിയായി അരിയാണെങ്കിൽ അത്രയും നല്ലതാണ്. നല്ല ബ്രൗൺ കളറാവൊന്നും വേണ്ട. ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇത്തിരി വലിപ്പമുള്ള പ്രോൺസ് ആയിരുന്നു, അപ്പോൾ ഒന്ന് ചെറുതാക്കി അത് 3 കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സാൾട്ടഡ് ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പും അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആവശ്യത്തിന് കുരുമുളക്, കുട്ടികൾക്ക് കൊടുക്കുന്നതാണെങ്കിൽ കുരുമുളകിൻ്റെ ആവശ്യമില്ല. ഇനി ഈ ചെമ്മീൻ വെന്ത് വരുന്നത് വരെ ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരത്തോളം ഇത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ സോട്ട് ചെയ്തെടുക്കുന്നത് ബട്ടറിലാണ്. അപ്പോൾ ഇതിൽ ഓയിൽ കുറവുണ്ടെന്ന് തോന്നുമ്പോൾ വേറെ ഓയിലൊന്നും യൂസ് ചെയ്യാതിരിക്കുക, ബട്ടർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ആ ബട്ടറിൽ കിടന്ന് ഒന്ന് മൊരിഞ്ഞ് വരുന്നതാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് വേണ്ടി വന്നില്ല. അപ്പോഴേക്കും നമുക്ക് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിത് അസംബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡിൻ്റെ മേലെ നമ്മളുടെ ചീസിൻ്റെ ഒരു സ്ലൈസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലേക്ക് ഞാൻ നമ്മളുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഷ്രെഡഡ് മൊസറല്ല ചീസും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് അടുത്ത ഒരു ബ്രെഡ് പീസ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഇനി പ്രോൺസ് വാങ്ങുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.